ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി 2 ദിവസങ്ങൾക്ക് മുൻപേ പുറത്തിറക്കിയിരുന്നു. 29 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അത് സംബന്ധിച്ച യോഗങ്ങൾ രാജ്യതലസ്ഥാനത്ത് നടന്നിരുന്നു. ആദ്യം ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ ബിജെപിയുടെ നേതൃയോഗം ചേർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള നേതൃയോഗം ചേർന്നു. അതിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊപ്പം സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചും ചർച്ചയുണ്ടായി. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് ഇന്നലെ രാത്രി ചേർന്നിട്ടുള്ള ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ബിജെപി ദേശീയ ആസ്ഥാനത്ത് ചേർന്നിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പുറത്തിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആം ആദ്മി ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. ശക്തമായ ഒരു പ്രചാരണ ചൂടിലേക്ക് ഡൽഹി കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശക്തമായ വാദപ്രതിവാദങ്ങൾ, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മിയും ബിജെപിയും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം മത്സരിക്കുന്നുണ്ട്. NDA മുന്നണി എന്നതിനപ്പുറത്തേക്ക് മുന്നണിയില്ലാതെ ആം ആദ്മിയും കോൺഗ്രസും മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ ചലനം ഉണ്ടാക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിജെപിയും ആം ആദ്മിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. അതിൽ ഏറ്റവും ഒടുവിൽ പൂർവാഞ്ചൽ ജനതയെ ആം ആദ്മിയും കെജ്രിവാളും അപമാനിച്ചു എന്നാരോപിച്ച് വലിയ പ്രതിഷേധ പരിപാടികളാണ് ബിജെപി നടത്തുന്നത്. ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. ഇന്നും അത് സംബന്ധിച്ച് തുടർച്ചയായ പ്രതികരണം ബിജെപി നടത്തുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കി ഇവിടെ വോട്ടവകാശമുള്ള ജനങ്ങളെ വ്യാജ വോട്ടർമാർ എന്നാണ് ആം ആദ്മിയും കെജ്രിവാളും അഭിസംബോധന ചെയ്തതെന്നും അവരെ അപമാനിക്കുന്ന നടപടിയാണ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന ആരോപണമാണ് ബിജെപി മുൻപോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ, കൂടാതെ കെജ്രിവാൾ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള മദ്യനയ അഴിമതി കേസ്, അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള മറ്റ് അഴിമതി ആരോപണങ്ങൾ, ഡൽഹിയിലെ മലിനീകരണ വിഷയം തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ബിജെപി നടത്തുന്നു. ഒപ്പം ആം ആദ്മിയും ശക്തമായ പ്രചാരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വൈദ്യുതി മേഖലയിൽ, ഒപ്പം കുടിവെള്ള പദ്ധതി തുടങ്ങിയിട്ടുള്ള വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആം ആദ്മിയും ശക്തമായ പ്രചാരണം നടത്തുന്നു. ഡൽഹിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പം നിൽക്കുകയും കഴിഞ്ഞ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കൊപ്പം പൂർണ്ണമായും നിൽക്കുന്ന സമീപനമാണ് ഡൽഹിയിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. 2024 ഏറ്റവും ഒടുവിൽ കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 54% വോട്ടോടെ മുഴുവൻ സീറ്റുകളുമാണ് ബിജെപിക്ക് ഡൽഹി നൽകിയിട്ടുള്ളത്. എന്നാൽ അതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ൽ 62 സീറ്റുകളും ആം ആദ്മിക്ക് നൽകിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തിൽ ആം ആദ്മിയെ തുടർ ഭരണത്തിലെത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ആം ആദ്മിക്ക് അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ശക്തമായ പ്രചാരണം ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇന്ന് രണ്ടാം ഘട്ട പട്ടിക ഉടൻ തന്നെ ബിജെപി പുറത്തിറക്കും. സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാത്രി ബിജെപി ആസ്ഥാനത്ത് ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത്. രോഹിണി. ശരി ജിഷ്ണു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.